നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വിവാഹ സംബന്ധമായ തടസ്സങ്ങളെ പറ്റിയാണ്. വിവാഹ തടസ്സങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. അപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യം ഈ വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പല വിധത്തില് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾ പലവിധ പൂജകളും വഴിപാടുകളും നടത്തിയിട്ടും ഞങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരന്റെ ഒക്കെ വിവാഹങ്ങൾ നടക്കുന്നില്ല. അതിന് തടസ്സങ്ങളാണ് കാണുന്നത്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് എന്നെ പലരും വിളിച്ച് പറയാറുള്ളതാണ്. അതിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നവര് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതില് മുതലെടുക്കാൻ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് വിവാഹം നടത്തി കൊടുക്കാന്ന് പറഞ്ഞു ആയിരക്കണക്കിന് രൂപ മേടിച്ച് ഹോമവും പൂജയും കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ചെയ്യുന്ന കുറെ ചില ആൾക്കാരുണ്ട്. അവരിൽ നിങ്ങൾ ചെന്ന് വീഴരുത്. കാരണം വിവാഹത്തിന് തടസ്സങ്ങൾ പല വിധത്തിൽ വരാവുന്നതാണ്. ആ വിവാഹത്തിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഹോമവും പൂജയൊക്കെ നടത്താൻ. അല്ലാതെ കൊണ്ടൊന്നും കുറെ ഹോമവും പൂജയും നടത്തിയാലൊന്നും വിവാഹത്തിന്റെ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ആ തടസ്സങ്ങൾക്ക് പരിഹാരം എന്താണ്? ആ പരിഹാരം ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സവിസ്തരം പറയുന്നത്. അതായത് ആദ്യം തന്നെ ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കണം. ഒന്നാമത്തെ ഇയാളുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം. ഗ്രഹനില സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്ന ആദ്യം തന്നെ നോക്കണം. ഇയാളുടെ ജാതക പരിശോധന നടത്തണം. ഇയാൾക്ക് വിവാഹ സമയമായിട്ടുണ്ടോ? എപ്പോഴാണ് ഇയാൾക്ക് വിവാഹ സംബന്ധമായിട്ട് ഇയാൾക്ക് ഈ സമയത്ത് അതിനുള്ള ഒരു സാഹചര്യങ്ങൾ വരുമോ? ഇതെല്ലാം നമുക്ക് ഇയാളുടെ ജാതക പ്രകാരം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ജാതകത്തില് പല വിധത്തിലുള്ള തടസ്സങ്ങളും ചിലവർക്ക് ഉണ്ടാവും. അത് മുഖാന്തരം ജാതകത്തിലെ ചില ഗ്രഹനില അനുസരിച്ച് ചിലവരുടെ വിവാഹം നീണ്ടുപോകാനും അതിന് തടസ്സങ്ങൾ വരാനും സാധ്യതകൾ കാണും. അപ്പൊ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിന് ജാതക പരിശോധന നടത്തണം. പിന്നെ രണ്ടാമത് പരദേവത പ്രീതി നേടണം. ഏത് ആളുകൾക്കാണെങ്കിലും അവർക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടാവും. ഈ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ പറ്റാത്തവരുണ്ടാകാം. അപ്പോ കുടുംബ പരദേവത സ്ഥാനമുള്ളവർ ആ കുടുംബ പരദേവതയുടെ പ്രീതി മേടിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അവിടെ ശുഭകാര്യങ്ങളൊന്നും നടക്കില്ല. മംഗളകരമായ ഒരു കാര്യങ്ങളും നടക്കില്ല. മനസ്സിലായ? ആ കുടുംബത്തില്. അപ്പൊ പരദേവതാ പ്രീതി, രണ്ടാമത് പരദേവതാ പ്രീതി എന്താന്ന് നോക്കണം. മൂന്നാമത് പിതൃക്കളുടെ ശാപം, അതായത് നിങ്ങളുടെ മുൻമറഞ്ഞു പോയ പിതാക്കന്മാരുടെ പിതൃക്കളുടെയൊക്കെ ശാപം എന്താണെന്നറിയണം. കാരണം അവർക്ക് നിങ്ങളിപ്പോ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അവരുണ്ടാക്കി വെച്ചതായിരിക്കും, ഇല്ലേ? അവരുടെ അധ്വാനത്തിന്റെ ഫലമായിരിക്കും ഇന്ന് തലമുറ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാത്തവരും ഉണ്ടാകാട്ടോ, ഒന്നും ഉണ്ടാക്കി വെക്കാതെ പോയവരും ഉണ്ടാകും. അത് അവരുടെ ജാതക ഫലം. അപ്പോൾ എന്നാൽ പലർക്കും അവരുടെ പിതൃക്കളായിട്ടുള്ള ഭൂസ്വത്തുക്കളും മറ്റു കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്തു കൊണ്ടുണ്ടാവും. എന്നാൽ ഈ പിതൃക്കൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ചില ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് ആ കുടുംബത്തില് മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ പിതൃക്കളുടെ ദോഷമുണ്ടെങ്കിൽ അവിടെ മംഗളകാര്യം നടക്കില്ല, വിവാഹത്തിന് തടസ്സം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളവരാണ്, നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരാണ്. അവര് ഒരു സമയത്ത് നമ്മളിൽ നിന്നും വിട്ടുപോയി. ആ വിട്ടുപോയവരെ നമ്മൾ സ്മരിക്കണ്ടേ? അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ട ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അതേപോലെ ചെയ്യണം.
പിന്നെ അപ്പൊ പിതൃക്കളുടെ ദോഷം ഉണ്ടെങ്കിൽ മംഗളകാര്യം നടക്കില്ല. പിന്നെ സർപ്പശാപം, അത് ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ സർപ്പങ്ങളുടെ ശാപം ഏറ്റിട്ടുള്ളവരാണെങ്കിൽ ഈ ജന്മത്തില് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ നിങ്ങളെ സംബന്ധിച്ച് ശുഭകാര്യങ്ങളൊന്നും നടക്കില്ല. സർപ്പങ്ങളുടെ ശാപം പല വിധത്തിൽ നമ്മൾ കേൾക്കാം. ചിലപ്പോ ഈ സർപ്പങ്ങളെ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ഏതെങ്കിലും വിധത്തിൽ അനിഷ്ടപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സർപ്പശാപം ഏൽക്കാൻ ഇടവരും. അതുകൂടാതെ സർപ്പങ്ങളെ ഇരുത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്നിട്ട് അനിഷ്ടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അവിടെ സർപ്പശാപം വെക്കും. പിന്നെ സർപ്പങ്ങളുടെ പുറ്റി, മുട്ട ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സർപ്പശാപം ഏൽക്കാൻ ഇടവരും. സർപ്പങ്ങളെ അകാരണമായിട്ട് ഉപദ്രവിച്ച് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ സർപ്പത്തിന്റെ ശാപം ഏൽക്കാൻ ഇടവരും. അങ്ങനെ പല വിധത്തിൽ സർപ്പശാപം ഏൽക്കാൻ ഇടവരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ പറഞ്ഞ പല കാര്യങ്ങൾ വിവാഹത്തിന് തടസ്സമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് ജാതകത്തിലെ പ്രശ്നം, ഒന്ന് പരദേവത കോപം, ഒന്ന് പിതൃക്കളുടെ ദോഷം, ഒന്ന് സർപ്പശാപം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ അതുകൂടാണ് കുറെ ശത്രുശല്യങ്ങളുണ്ട്. കല്യാണം മുടക്കുക എന്നാണ് അതിന് ഇവരെ പറയുന്നത്. ചില കാര്യങ്ങൾ നല്ല വിധത്തിൽ ഒരു കുടുംബത്തിൽ ഒരു നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ അതിന് വണ്ടിക്കാശും മുടക്കി പോയി കല്യാണം മുടക്കുന്ന ചില ആൾക്കാരുമുണ്ട്. അപ്പൊ അതിനെയൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ദൈവികമായി അതിനും പരിഹാരമുണ്ട്. അത് ചെയ്താൽ ആ തടസ്സം മാറി കിട്ടും. അപ്പൊ ഇതിലെന്താണെന്ന് കരുതി എന്താണെന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ആയിരക്കണക്കിന് രൂപ മുടക്കി ഹോമവും പൂജയും കൂടോത്രവും മന്ത്രവാദവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ വിവാഹം നടന്നൊന്നും വരില്ല, നിങ്ങളുടെ കാശ് പോയെന്നാ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കണം. എന്താണ് തടസ്സമെന്നും മനസ്സിലാക്കണം ആദ്യം. ഈ രോഗം അറിഞ്ഞിട്ട് വേണ്ടേ ചികിത്സ തുടങ്ങാൻ. അപ്പൊ അതുകൊണ്ട് രോഗം മനസ്സിലായാൽ അതിനനുസരിച്ച് മരുന്ന് കഴിച്ചാൽ രോഗം മാറും. അതേപോലെ തന്നെയാണ് ഈ നമുക്കൊരു തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവികമായ ചില വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും അത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞുപോയി നമ്മൾക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ, അതിൽ നിന്ന് നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിവാഹ സംബന്ധമായിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു ജ്യോതിഷിയെ, അതായത് ഒരു ജ്യോത്സ്യനെ സമീപിക്കണം. എന്നിട്ട് അയാളെ കൊണ്ട് ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കണം. ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിൽ കാണുന്ന എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്ക് ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ മാറ്റാൻ പറ്റും. അയാള് ഒരു ആയിരക്കണക്കിന് രൂപ തന്നെ ഹോമം പൂജ എന്ന് പറയണമെങ്കിൽ അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആയിരക്കണക്കിന് രൂപ തന്നെ 1000 രൂപ കൊടുത്ത് ചെയ്യാവുന്ന പൂജയും ഒരു പുഷ്പാഞ്ജലി കൊണ്ട് ചെയ്യാവുന്ന പൂജക്കും ഫലം തരുന്നത് ഒടേ തമ്പുരാൻ തന്നെയാണ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് കഴിവില്ലാത്തവൻ ഈ 10,000 രൂപയൊക്കെ മുടക്കി പൂജ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ കാശ് നിങ്ങളുടെ ഇന്ന് പോകും, വിവാഹം നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ആ ചെറിയ വഴിപാടുകൾ അവരെന്നെ എഴുതി മേടിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. എന്റെ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഒരാളുടെ ജാതക പരിശോധന നടത്തി ഓൺലൈനായിട്ട്, നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പരിപാടിയല്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ വഴിപാടുകൾ നടത്തിയിട്ട് ഒത്തിരി ആൾക്കാരുടെ വിവാഹം നടന്നു പോയിട്ടുണ്ട്. 45 വയസ്സ് 50 വയസ്സായ ആൾക്കാരുടെ വിവാഹം വരെ ഞാൻ പറഞ്ഞ് വഴിപാട് നടത്തി 6 മാസത്തിനുള്ളിൽ, ചിലവരുടെ 3 മാസത്തിനുള്ളിൽ തന്നെ അവര് വഴിപാട് നടത്തി അവരുടെ വിവാഹം നടന്നു പോയിട്ടുണ്ട്. ഇത് ഞാൻ വലുത് പറയണില്ല, വലിയ വീമ്പ് പറയണില്ല. പല സ്ഥലത്തുനിന്നും ആൾക്കാർ വിളിച്ച് എന്നിരുന്ന് നിർദ്ദേശങ്ങൾ മേടിച്ച് അതേപോലെ വഴിപാട് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ വഴിപാട് എന്തൊക്കെയാണെന്ന് ഞാൻ എന്തെങ്കിലും ഇതിൽ കൂടി പറഞ്ഞു തന്നാൽ അത് തീർച്ചയായിട്ടും ആ പറഞ്ഞു തന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയെന്ന് വരില്ല. കാരണം
ഞാനൊരു വഴിപാട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വഴിപാട് ഇതിലോട്ട് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ പോയി അമ്പലത്തിൽ പോയിട്ട് ഈ വഴിപാട് നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയില്ല എന്ന് വരും. കാരണം നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് അതിലുള്ള തടസ്സങ്ങൾ എന്താണെന്ന് മാറ്റാതെ നിങ്ങൾ പോയി ഉടനെ തന്നെ ഈ വഴിപാട് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ എല്ലാം ജാതക പരിശോധന നടത്തണം. അതിലുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പ് നോക്കണം. പിന്നെ ഇതേപോലെ പരദേവതാ കോപമോ പിതൃക്കളുടെ കോപമോ സർപ്പശാപമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടിയുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അതല്ല വിളിക്കാൻ പറ്റില്ല എങ്കിൽ നേരിട്ട് വരാവുന്നതാണ്. ഇത് രണ്ടും നേരിട്ട് വരാനും വിളിക്കാനും സൗകര്യമില്ലാത്തവർക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങൾ പറഞ്ഞ് ജാതകം പരിശോധിച്ച് ഗ്രഹനില പരിശോധിച്ച് അതിനുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് എഴുതി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.